കനത്ത കാറ്റും മഴയും. ചങ്ങരംകുളം ആലങ്കോട് ആൽമരം വീണ് ക്ഷേത്രം തകർന്നു. പ്രസിദ്ധമായ ചേന്നാത്ത് ക്ഷേത്രത്തിന് മുകളിലാണ് കൂറ്റൻ ആൽമരം മുറിഞ്ഞു വീണത്. 30 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. പുലർച്ചെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കൂറ്റൻ ആൽമരം പൊട്ടിവീണ് ക്ഷേത്രം തകർന്നു. മലബാർ ദേവസ്വത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രസിദ്ധമായ ആലങ്കോട് ചേന്നാത്ത് ശിവക്ഷേത്രമാണ് തകർന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ജീവനക്കാർ പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. സാധാരണ ദിവസങ്ങളിൽ പുലർച്ചെ നിരവധി ഭക്തർ പ്രാർത്ഥനയ്ക്കെത്തുന്ന പ്രദേശത്തെ പ്രധാന ക്ഷേത്രമാണ് പ്രസിദ്ധമായ ചേന്നാത്ത് ക്ഷേത്രം. ഭക്തജനങ്ങളില്ലാത്ത സമയമായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. പുലർച്ചെ പ്രദേശത്ത് ശക്തമായ ഇടിമിന്നലോട് കൂടിയ കാറ്റും മഴയും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ അടുത്ത കാലത്തായി ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച നടപ്പന്തൽ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ വലിയമ്പലത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും മറ്റു ഭാഗങ്ങൾ ഭാഗികമായും തകർന്നു. പുലർച്ചെ വന്നപ്പോഴാണ് ഈ സംഭവം ഇവിടെ കണ്ടത്. കാറ്റിനോ പ്രകൃതി ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. കാറ്റ് വീശിട്ടോ ഇടിവെട്ടോ എന്തോ സംഭവിച്ചു. അതുകൊണ്ട് ആ ക്ഷേത്രം തകർത്ത രീതിയിലാണ് മരം വീണിരിക്കുന്നത്. ഇതിൻ്റെ ആഘാതം ഭയങ്കരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ എത്രയെന്നുള്ള കണക്കാക്കാൻ പറ്റിയില്ല. ഒരു എഞ്ചിനീയർ വന്നിട്ട് കണക്കാക്കേണ്ടി വരും നാശനഷ്ടത്തിൻ്റെ കണക്ക്. പിന്നെ ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ആലം ക്ഷേത്രമാണ്. പെരുമാളിൻ്റെ കാലത്തുള്ള ക്ഷേത്രമാണ്. പെരുമാൾ നിർമ്മിച്ച് ഒരാളും ഇല്ലക്കാർക്ക് ഏൽപ്പിച്ച് പോയിട്ടുള്ള ഒരു ക്ഷേത്രം കൂടെയാണ്. അത്രയും പഴക്കമുണ്ടതിന്. ഈ ആലിനും അതേ പഴക്കം ആലിനും കാണും. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഇപ്പോൾ അതിൻ്റെ നഷ്ടം ഇനി മറ്റേ മേലുദ്യോഗസ്ഥന്മാർ വന്നു 30 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നതായി ജീവനക്കാർ പറഞ്ഞു. ചേരമാൻ പെരുമാൾ നിർമ്മിച്ച പ്രസിദ്ധമായ 108 ശിവാലയങ്ങളിലൊന്നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം. NCV ന്യൂസ്, ചങ്ങരംകുളം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.